നമ്മളൊരു ട്രക്കിംഗ് സ്പോട്ടിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നാക്തിപ്പ എന്ന് പറഞ്ഞിട്ടൊരു ട്രക്കിംഗ് സ്പോട്ടുണ്ട്. അത്യാവശ്യം കയറാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി പോകണമെന്ന് വെച്ചാണ്, പക്ഷെ ഇന്നലെ രാത്രി നടന്നില്ല. എന്തായാലും പോയി കഴിഞ്ഞിട്ട് നോക്കട്ടെ. ഒന്നെങ്കിൽ വൈകുന്നേരം കയറും, ഇല്ല നാളെ രാവിലെ കയറാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്തായാലും പോയി നോക്കാം നമുക്ക്. ഇവിടുത്തെ എന്ന് പറയുന്നത് നമ്മുടെ മുസോറിയിൽ നിന്ന് ഓൾമോസ്റ്റ് 65 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പോയി നോക്കാം. നല്ല മലകളെല്ലാം കാണുന്നുണ്ട്. ഏത് മലയാണെന്ന് അറിയില്ല. എന്തായാലും 65 കിലോമീറ്റർ പോയാണ്ട് ഡിസ്റ്റൻസ് ഉണ്ട്. പോയി നോക്കാം. വഴിയെല്ലാം വളരെ നാരമായി വരും കേട്ടോ. വണ്ടിയെല്ലാം കുറവാണ്, എന്നാലും ഒരു കാര്യം വൃത്തിട്ട വളവാ. ഫുള്ള് ബൊലേറോ കേട്ടോ. നമ്മളെ ബൊലേറോ, അതിന് മുമ്പിൽ പിക്കപ്പ്, അതിന് മുമ്പിൽ വേറെ ബൊലേറോ കേട്ടോ. നാക്ടിപ്പ എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് നമുക്കൊരു 6 കിലോമീറ്ററാണ് ട്രക്കിംഗ് ഉള്ളതെന്നാണ് പറഞ്ഞത്. നേരായ വഴിയിൽ പോവുകയാണെങ്കിൽ 6 കിലോമീറ്റർ. ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും പോയി നോക്കാം. അധികം വണ്ടിയൊന്നുമില്ല, വളരെ സമാധാനപരമായിട്ട് പോകാൻ പറ്റിയ ഒരു അന്തരീക്ഷം. കളിപ്പാട്ടമായി കൺമണി നിന്റെ ഉള്ളി മനോവീണമീട്ടും. കുളിക്കാൻ വല്ല സ്ഥലം കിട്ടുമോ നോക്കണം. അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ കുളിക്കണം. ഇങ്ങോട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മലയല്ലേ, അതെ മല കയറി കഴിഞ്ഞാൽ കിട്ടാണ്ടിരിക്കൂല. എന്തായാലും ക്യാമ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലം കിട്ടും കേട്ടോ. മേളിന്ന് 5 കിലോമീറ്റർ ആണ് ട്രക്കിങ്ങില്ല കേട്ടോ. ഞാൻ നാളെ രാവിലെ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പരിപാടിയിൽ നിൽക്കുവാണ്. ഏർലി മോർണിംഗ് പോയി കഴിഞ്ഞാൽ എനിക്കൊരു 10 മണിയാകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവം എൻ്റെ പണി നടക്കും. ലീവ് ആക്കണ്ട. എന്തായാലും കേദാർനാഥ് പോകുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരാഴ്ച ലീവ് എടുക്കണം. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കാന്ന് വെച്ചോട്ടോ. നല്ലൊരു തണൽ കിട്ടി. താഴേക്ക് കുറേ മാവും തൊട്ടോ. മാവുണ്ട്, സബർജില്ലി ഉണ്ട്. ഒരു 10 മിനിറ്റ് കിടക്കാൻ വെച്ചു. നല്ല കാറ്റുള്ള സ്ഥലം. നമ്മളെ ദക്ഷിണ കാശിയായ കൊട്ടിയൂരുന്നതാ ഉത്തര കാശി നമ്മളിവിടെ എത്തിയിട്ടാ. ഉത്തരാഖണ്ഡിലാണുള്ളത്.
ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇപ്പം നമ്മളെ കേരളത്തിൽ പോലും കാണാൻ വളരെ കുറവായിരിക്കും കേട്ടോ. നമ്മളെ മലബാർ ഏരിയയിലൊക്കെ വളരെ കുറവാണ്. കാരണം നമ്മുടെ അടുത്ത് കൃഷി ഇങ്ങനെ നെല്ല് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് ഫുള്ള് തക്കാളി കൃഷി കേട്ടാ. ഇവിടെ മാത്രല്ല, ഇത് കാണുന്ന ഫുള്ള് തക്കാളിയാണ്. അതിൻ്റെ അടുത്ത് കണ്ടം കൂട്ടുന്ന നമ്മളെ നാട്ടിൽ പോലും ഇപ്പൊ കാണാനില്ല. അടിപൊളി. നമ്മളേതല്ലോ വില്ലേജിൽ കൂടി കേട്ടോ കടന്നു പോകുന്നു. പിന്നെ ഒരു 10 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 40 മിനിറ്റ് പോകാനുണ്ട്. പോകുന്ന വഴിയെല്ലാം നല്ല രസമാണ്. വേറെ വണ്ടിയൊന്നുമില്ല, നമ്മളിങ്ങനെ പോവുക. അയ്യോ, വണ്ടി ഇല്ലാന്ന് പറഞ്ഞല്ലോ, ഒന്നേ വണ്ടി വന്നു. കൃഷിത്തോട്ടെല്ലാം ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയാട്ടോ. എന്ത് രസമാണ് നോക്കി. ചെറിയ അതൊക്കെ ഗ്രാമങ്ങളാണ് കേട്ടോ. കുറച്ച് വീടുകളൊക്കെ ആയിട്ട് ചെറിയൊരു ഗ്രാമമാണ്. അത്രയേ ഉള്ളൂ വീട്. നമ്മള് നാഗാടിപ്പ ബേസ് ക്യാമ്പ് എത്തിയട്ടാ. ബേസ് ക്യാമ്പ് ഇവിടെ കുറച്ച് നിൽക്കാനുള്ള കുറച്ച് ഹോം സ്റ്റേ പോലത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാക്സിമം പോയി നോക്കാം. കുറച്ച് റൈറ്റ് കാണിക്കുന്നുണ്ട്. വണ്ടി കൊണ്ട് കയറാൻ പറ്റുമെങ്കിൽ മാക്സിമം നമുക്ക് കയറാം. ഓക്കെ, വണ്ടി എവിടെയും വെച്ചിട്ട് പോവാൻ ഭയങ്കര മടിയാണ്. ക്യാമ്പിങ് എവിടെയാണ്? ഓ, നല്ല രസമുണ്ട് കേട്ടോ വ്യൂ എല്ലാം. ഇവിടുന്ന് റൈറ്റാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ വന്നതില്ല കേട്ടോ, ഈ റോഡിലാണ് വന്നത്. ആ ഒരു ഗ്രാമത്തിന്റെ നിറക്കേ കൂടെ കയറി വന്നിട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിരിക്കുന്നു. ഈ ഒരു 20 മിനിറ്റും കൂടി ഉള്ളു കേട്ടോ. മുകളിലേക്ക് നല്ല കോടമഞ്ഞെല്ലാം കാണുന്നുണ്ട്. കാര്യം നമ്മളെ നാട്ടിലെ കോടമഞ്ഞെല്ലാം പോലെ തന്നെ, പക്ഷെ മല കാണുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ. ഇത്രയും നമ്മളിതാ നാഗ്ടിപ്പ് എത്തിയിട്ടോ. നാഗ്ടിപ്പ് എന്ന് പറഞ്ഞാൽ താഴെയാണുള്ളത്. ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ എൻട്രി എല്ലാം കൊടുത്തിട്ട് നമുക്ക് മുകളിലേക്കാണ് കയറേണ്ടത്. ഇതൊരു മല, അതിൻ്റെ മുകളിൽ വേറൊരു മലയുണ്ട് കേട്ടോ. അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഇന്ന് ഓൾറെഡി ലേറ്റായി, അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ കയറുന്നുള്ളൂ. ഇവിടെ ഇപ്പം തന്നെ കോട വന്ന് മൂടി കേട്ടോ. ഇവിടെയാണ് നിന്ന് കിടന്നുറങ്ങുന്നുണ്ട്. എവിടെയെങ്കിലും രണ്ടടിക്കണം. വണ്ടി തൽക്കാലം അവിടെ വെച്ചിട്ടുണ്ട്. എടുത്തിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഇവരുടെ ഷോപ്പ് അടുത്തുനിന്ന് കേട്ടോ. ഇവൻ്റെ ഷോപ്പാണിത്. കോട ഫുള്ള് നിറഞ്ഞ കേട്ടോ. ഫോറസ്റ്റ് ഓഫീസറിലായിട്ട് നല്ല കമ്പനിയായി. പിന്നെ അയാൾ ഇവിടെ പോകണോടെ എൻ്റെ അടിച്ചു എന്താണെന്ന് വെച്ചാൽ അയക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് നടത്തുന്ന ചെക്കൻ്റെ അപ്പുറം അവൻ്റെ ആടുണ്ട് മുകളിൽ പറഞ്ഞു. അപ്പോൾ അതിനെ കൂട്ടാൻ വേണ്ടി പോകട്ടോ.
അത് നമ്മളൊക്കെ വണ്ടി അവിടെ ഉണ്ട്. അവിടെ നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്നു കേട്ടോ. अब स्कूल नहीं जाएगा कल? हाँ ऐसा है, वीकेंड पे. ओके. मतलब 1 महीने को 1 तारीख हमारा स्कूल खुल रहा था. अब जाएंगे हम कल. पापा ही रहेंगे. ठीक है. ഫുൾ കോട പിടിച്ചോട്ടോ. ഇവൻ്റെ പശുവിനെ അയക്കാൻ വേണ്ടി വരുന്നതാണ്. പശു മുകളിലുണ്ട്. कितना गाय है? 3 5. हाँ കൊള്ളാം. ഒന്നാമത്തെ ആളേട്ടാ. ഹായ്. പിന്നെ ചോട്ടകള്. हाँ इतना छोटा है. ये दोनों उसके हैं. हाँ और ये बड़े भैंस का जो दूसरा था दिख गया. ये इसका दूध निकालेंगे अब छानी जाके. हाँ हाँ हाँ. जब नीचे जाएंगे ना और ऊपर से घोड़ा ले आएंगे. घोड़ा भी है? घोड़ा भी है. ओके. बैल കുതിര ഉണ്ടോ കേട്ടാ മുകളിൽ? परसों से खो रहे थे ना बैल. हाँ हाँ. तो वो दूर जा रहे थे ऊपर से. താഴെ ഉണ്ടായ അമ്പലം ഇവിടെ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞേട്ടാ. उसके अंदर खाने लगाए. हाँ अंदर 2 बेड है. ठीक है. 2 कुर्सी. ഇത് ഫോറസ്റ്റിൻ്റെ കേട്ടാ. 2 लेटरिन बाथरूम. ഫോറസ്റ്റിൻ്റെ ടൂറിസ്റ്റുകാർക്കെല്ലാം സ്റ്റേ ആണ്. കൊള്ളാം കൊള്ളാം. ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ കേട്ടോ. പക്ക കാടാണ്. ഇവൻ്റെ ഒരു കുതിരയുണ്ട് മുകളിൽ. കുതിരേനെ പിടിക്കാൻ വേണ്ടി വന്നേ. ആവാ സാറേ. ഇവിടെട്ടാൻ്റെ കുതിരയുള്ളത് കുറേ എണ്ണം ഉണ്ട്. ഇതിലേതാ ഇവൻ്റെ എനിക്കറിയില്ല കേട്ടോ. അതിനെ പിടിച്ചിട്ട് വരാം. ഇതൊരു ചെറിയൊരു വീടാണ്. മോൻ്റെ കുതിര ഓടി കേട്ടാ. എൻ്റെ മോനെ കോടാന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. എമ്മാതിരി സ്ഥലം. അടിപൊളി. നെറ്റ്വർക്ക് ഇല്ല, ഇല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കായിരുന്നു. പണിയെടുക്കണ്ടേ. അതെ ഓടി നടക്കുന്നു. ഓനെ ഓടുന്ന എന്താണിത്? കുതിരനെ പിടിച്ച് വരുന്നുണ്ട് കേട്ടാ. नहीं भाई गिरे तो प्रॉब्लम है ना. भागने की सोच रहा हूँ. हाँ ऊपर भागने. इसलिए मैं बोला. അപ്പോൾ ട്രെക്കിംഗ് വീഡിയോ ആയിട്ട് നാളെ കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.